വാക്കും നോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശ്രീ സത്യൻ പുളിക്കലും കുടുംബവും നടത്തുന്ന വ്യത്യസ്തമായ ഒരു കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കതൊന്ന് കാണാം. ചെങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി മണ്ണിട്ട് നികത്തിയ ഈ കാണുന്ന 2 സെൻറ് സ്ഥലത്ത് ഞങ്ങൾ ചെയ്ത ചില വ്യത്യസ്തമായ കൃഷികളാണ് നിങ്ങളെ കാണിക്കുന്നത്. മഴ തുടങ്ങുന്നതിന് മുമ്പ് മുറിക്കല്ല് കൊണ്ട് 1 മീറ്ററിലേറെ വീതിയിൽ താഴെ നിന്നും കെട്ടിപ്പൊക്കി മണ്ണിട്ട് നികത്തിയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ശരിക്കും അമർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ചിന്തു കൃഷിക്കുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശ്രീമതി അടിവളമിടാനുള്ള കരിയിലയുമായി വരുന്നു. നന്നായിട്ടുണ്ട്. ഈ ട്രൈക്കോട്ടർമ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ചയോളം നനച്ച് കൂട്ടിയിട്ട ചാണകപ്പൊടിയും അതിൽ ആർടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന് പറയുന്ന ആ ഒരു മിക്സഡ് വളവുമാണ് ഞങ്ങൾ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഈ സൂപ്പർ മീൽ ശരിക്കൊരു സമ്പുഷ്ട വളമാണ് കേട്ടോ. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതേപോലെ ജൈവ പൊട്ടാഷ്, ഇങ്ങനെയുള്ള എല്ലാ ജൈവ വളങ്ങളെയും ഒരു മിക്സാണിത്. കുറച്ച് വെറൈറ്റി മാവിൻ തൈകളാണ് ഞങ്ങൾ ആദ്യം വയ്ക്കുന്നത് കേട്ടോ. ഇത് കാസർഗോഡിൻ്റെ സ്വന്തം മാവ് എന്നറിയപ്പെടുന്ന ഫിറങ്കി ലഡുവ എന്ന മാവിൻ്റെ തൈയാണ്. വളരെ സ്വാദിഷ്ടവും തേൻ പോലെ മധുരവുമുള്ളതും സമൃദ്ധമായി കായ്ക്കുകയും ചെയ്യുന്ന ഒരു മാവാണ് ഫിറങ്കി ലഡുവ. പുഴുക്കേട് വളരെ കുറവുള്ള ഒരു മാങ്ങയാണ് ഫിറങ്കി ലഡുവ. ഒരു 1/2 കിലോ വരെയൊക്കെ ഒരു മാങ്ങയ്ക്ക് തൂക്കം വരും. ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ മാമ്പഴം ഏകദേശം ഹിമാപസന്തിനെ പോലെയാണ് തോന്നിപ്പിക്കുന്നത്. അധികമാർക്കും പരിചിതമല്ലാത്ത, കാഴ്ചയിൽ കാലാപാടിയാണോ നീലനാണോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഐറ്റം മാവാണ് ഷുഗർ ക്രീം. സാധാരണ മാങ്ങകളെക്കാൾ ഇരട്ടി മധുരവും വളരെ ക്രീമിയുമായിട്ടുള്ള ഒരു മാങ്ങയാണിത്. പല ബാച്ചുകളായി കുലകളായി കായ്ക്കുന്ന ഈ മാങ്ങ പഴുത്താലും നല്ല പച്ച നിറമാണ്. ലോകത്തിലെ മാമ്പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന അൽഫോൻസയും നമ്മുടെ സ്വന്തം നീലനും ക്രോസ് ചെയ്ത് മഹാരാഷ്ട്രയിലെ കൊങ്കൺ കൃഷി വിദ്യാപീഠം യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് രത്നമാവ്. രത്നയ്ക്ക് 3/4 കിലോയോളം തൂക്കവും തേൻ മധുരവുമാണ്. ഇതാണ് മൊണാലിസ. പേരുപോലെ തന്നെ അതിസുന്ദരിയായ മാമ്പഴം. കുലകുലയായി കായ്ച്ചു നിൽക്കുന്ന മനോഹാരിത തന്നെയാണ് മൊണാലിസയുടെ പ്രത്യേകത. അതീവ സ്വാദിഷ്ടവും കാഴ്ചയ്ക്ക് സിന്ദൂരത്തെ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുമാവ് ചന്ദ്രക്കാരൻ. ഒരു കുലയിൽ തന്നെ 25-30 മാങ്ങകളുണ്ടാവും. ഇത് തായ്ലൻഡ് ചാമ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വ്യത്യസ്തമായ മാവുകളെയും ചാമ്പയെയും ഒക്കെ നമ്മൾ മണ്ണിൽ കുഴി കുത്തി നന്നായിട്ട് അടിവളമൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞിട്ടോ. ഇനി നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലാത്ത ഒരു കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ശരിക്കും നമ്മൾ നേരത്തെ കുഴിച്ച അത്ര വലിയ കുഴിയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ മുറ്റം അതേപോലെ ഒക്കെ അടിച്ചു വരുന്ന കരിയിലകളൊക്കെ ചാക്കിലും അതുപോലെ തന്നെ ഈ ഡ്രമ്മിലൊക്കെ നിറച്ച് വെക്കുക ചെയ്യുക. അപാരമായൊരു വളം കേട്ടോ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ചെറിയ കുഴിയിൽ നമ്മൾ കരിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ അതേ വളം നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണേ. മണ്ണും ഈ വളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമ്മളെ പുതിയ കൃഷി രീതിക്ക് വേണ്ടിയിട്ടാണ്. ആ മിക്സ് ചെയ്ത മണ്ണും ഈ കുഴിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് സെറ്റാക്കണേ. ഇത് ആണ് എയർപോർട്ട് എന്നാണ് ഇതിന് പറയുക. എയർപോർട്ട് കൃഷി രീതി. ഇത് നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ചാണ്. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു സ്ക്രൂ ഉണ്ടാവും. അത് 2-3 സ്ക്രൂ
ഇട്ടിട്ട് ഇത് പല വലിപ്പത്തിലും കിട്ടും കേട്ടോ. ചെറിയ കുഞ്ഞു ചെടികളൊക്കെ വെക്കാനുള്ളത് കിട്ടും, വലിയ മരങ്ങൾ വെക്കാനുള്ളത് കിട്ടും. ഇത് ഷീറ്റായിട്ടുണ്ടാവുക. ഇത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൊരു ബേസൊക്കെ ഉണ്ടാവും. ഇപ്പം മുറ്റത്തൊക്കെ വെക്കണമെങ്കിൽ മുറ്റത്ത്, അതേപോലെ തന്നെ മതിലിലൊക്കെ വെക്കണമെങ്കിൽ അടിയിൽ ചട്ടി പോലെ തന്നെ, ചെടിച്ചട്ടികൾ പോലെ തന്നെ അടിയിലൊരു ബേസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ മണ്ണിൽ വെക്കുന്നത് കൊണ്ട് ആ ബേസ് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൽ ഈ ഇപ്പം ആ മിക്സ് ചെയ്ത വളമായിട്ട് മിക്സ് ചെയ്ത ആ മണ്ണ് നന്നായിട്ട് നിറയ്ക്കുക ചെയ്യുക. ഈ പോട്ടിനുള്ള ഈ ദ്വാരങ്ങളിലൂടെ ചെറിയ സുഷിരങ്ങളുണ്ട്, പുറത്തേക്ക് കാണാം നമുക്ക്. അതിനുള്ളിൽ കൂടെ ഈ മണ്ണ് ശരിക്കും ഇങ്ങോട്ട് നമ്മൾ അമർത്തിയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരണം. ഈ പോട്ടിൽ നമ്മൾ വിയറ്റ്നാം മാൾട്ട ഒരു ഓറഞ്ച് വെറൈറ്റി ആണ് വെക്കണത്, മുസമ്പി. ഇത് ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചെറിയ ഈ ദ്വാരങ്ങളിലൂടെ മുകളിലുള്ള വേരുകളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ എയർ പ്രൂണിങ് കിട്ടുന്ന അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും, ചെടികൾക്കൊക്കെ നന്നായിട്ട് വളരും. മാത്രമല്ല ഇതിൻ്റെ തായ്വേര് നമ്മൾ അടിയിലുള്ള ബേസ് ഒഴിവാക്കിയോണ്ട് തായ്വേര് മണ്ണിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൽ വളമൊക്കെ ഇതിലിട്ട് കൊടുത്താൽ മതി. അടുത്ത പോട്ടിൽ നമ്മൾ വെക്കുന്നത് മിസ് ഇന്ത്യ ബേറാപ്പിളാട്ടോ. നല്ല റെഡ് കളറിലുള്ള കണ്ട ആപ്പിൾ പോലെ തന്നെ തോന്നും. സാധാരണക്കാർ ആപ്പിൾ എന്നാണല്ലോ ബേറാപ്പിളിന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇളന്തപ്പഴം എന്ന് പറയും. നല്ല മധുരമുള്ള നല്ല ചുവന്ന കളറിലുള്ള മിസ് ഇന്ത്യ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ എയർ പ്രൂണിങ് പോട്ടിൽ മിസ് ഇന്ത്യ, പിന്നെ ബേറാപ്പിളിന് പുറമെ വിയറ്റ്നാം മാൾട്ട, അതുപോലെ തന്നെ രണ്ട് അവക്കാഡോ തൈ 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അവക്കാഡൊക്കെ വലിയ മരമാവും, പക്ഷെ നല്ല വളർച്ച കിട്ടും, പെട്ടെന്ന് വലുതാവും. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് വലുതാക്കി കൊടുക്കാം. ഈ മരം വലുതാവുന്നതനുസരിച്ച് നമുക്കിത് അഴിച്ചിട്ട് ഒന്നുകൂടി ഏച്ച് കൊടുത്തിട്ട് നല്ല വിസ്താരത്തിലാക്കാം. ഈ പോട്ടിൽ നമ്മൾ വൈറ്റ് ഡയമണ്ട് പേരയാണ് വെച്ചത് കേട്ടോ. നല്ല കുരു തീരെ ഇല്ലാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ സവർജലൊക്കെ കഴിക്കുന്ന പോലുള്ള പേരൊക്കെയാണ്. ഈ പോട്ടിൻ്റെ ഈ സുഷിരങ്ങളിൽ കൂടെയാണ് ശരിക്ക് ഈ എയർ പ്രൂണിങ് നടക്കുക ഈ ചെടികളെ വേരുകൾക്ക്. അപ്പോൾ നമ്മൾ ഈ 2 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ഒരുവിധം എല്ലാ ഫലവൃക്ഷ തൈകളും പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വളരെ കുറവാണെങ്കിൽ ഉള്ള സ്ഥലത്ത് അത് വീട്ടുകാരെല്ലാവരും കൂടി ചെയ്യുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ്. ഇത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 10 മാസം മുമ്പ് എയർപോർട്ടിൽ വെച്ചിട്ടുള്ള ഒരു മാൻഡറിൻ ഓറഞ്ചിൻ്റെ തൈയാണ്. ഇത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അബ്യുവിൻ്റെ ഒരു തൈ. വീട്ടിലുള്ള വലിയൊരു അബ്യുവിൻ്റെ മരമുണ്ട്, നന്നായിട്ട് കായ്ക്കണേ. അതിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം വെറൈറ്റി പേരയാണ്. ഇത് ഈ പോട്ടിൽ വെച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇഷ്ടംപോലെ കായായി, കൊലയായിട്ട് കായായി. അതാണ് വളരെ ഭംഗിയുള്ള നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മധുരമുണ്ട്. പക്ഷേ കുരു വളരെ കുറവാണ്. റെഡ് ഡയമണ്ട് പ്രീമിയം എന്ന് അതിൽ പറയാം. കാണാനും നല്ല ഭംഗിയുള്ള പേര. ഈ എയർപോർട്ട് കൃഷിരീതി എൻ്റെ അനുഭവത്തിൽ നല്ല സക്സസ്സാണ്. ശരിക്ക് സ്ഥല പരിമിതിയൊക്കെ ഉള്ള ആളുകൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കൃഷിരീതിയാണ് എയർപോർട്ട്. നന്നായിട്ട് വളരും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ മുറ്റത്തൊക്കെയാണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പോട്ടിൻ്റെ ബേസ് ഒഴിവാക്കാതെ വെച്ചാൽ മതി. അപ്പോൾ അതാവുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം അത് പുറത്തേക്കൊക്കെ മാറ്റി വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.